അരുൺ സോളമൻ വെരി ഗുഡ് മോർണിംഗ്, ലേബി സജീന്ദ്രൻ വെരി ഗുഡ് മോർണിംഗ്, AK അഭിലാഷ് വെരി 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 ഗുഡ് മോർണിംഗ്. അപ്പോൾ അരുൺ സോളമനിലേക്ക് എത്തിയാൽ, അരുൺ സോളമൻ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 13 പവൻ സ്വർണം നഷ്ടപ്പെട്ട വാർത്ത നമ്മളുടെ ഈ സംഘർഷഭരിതമായ ദിനങ്ങളിലല്ലായിരുന്നെങ്കിൽ വലിയ വാർത്തയായി മാറുമായിരുന്നു. എന്തായാലും അതിലിപ്പോൾ ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ട്. പോലീസ് പറയുന്നത് കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നത് പോലെ അടിച്ചുമാറ്റിയാൽ അമ്പലത്തിൽ തന്നെ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതോ ഒരു ജീവനക്കാരനാണ് എന്ന സൂചന പോലീസിന് കിട്ടിയോ അരുൺ സോളമൻ? അരുൺ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്തരത്തിലൊരു സ്വർണ്ണദണ്ഡ് കാണാതായി എന്നുള്ള വിവരം ക്ഷേത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഫോർട്ട് പോലീസിൽ പരാതി നൽകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് മുന്നിലുള്ള വാതിൽ സ്വർണം പൂശുന്ന ഒരു പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്നു. 7-ാം തീയതിയാണ് അവസാനം ഈ ഒരു പ്രവൃത്തി നടന്നത്. പക്ഷേ അതിനുശേഷം ഇന്നലെയാണ് വീണ്ടും പണികൾ ആരംഭിച്ചത്. അപ്പോഴാണ് ശരിക്കും ഈ സ്ട്രോങ് റൂമിൽ നിന്നും ഈ സ്വർണ്ണദണ്ഡ് കാണാതായി എന്നുള്ള വിവരം അധികൃതർ തിരിച്ചറിയുന്നത്. ഇതിൽ 107 ഗ്രാം വരുന്ന, അതായത് ഏകദേശം 13 പവനോളം വരുന്ന സ്വർണ്ണദണ്ഡാണ് നിലവിൽ കാണാതായിരിക്കുന്നത്. അതിലാണിപ്പോൾ ഫോർട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ ഒരു നിഗമനത്തിൽ ക്ഷേത്രത്തിലെ ജീവനക്കാരനാണ് ഇത് കളവ് കൊണ്ടുപോയത്, ഇത് എടുത്തുകൊണ്ട് പോയതെന്നുള്ളൊരു വിവരമാണ് പോലീസിന് നിലവിൽ ഒരു സംശയം. അതിൽ ആ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുകയാണ്. നിലവിൽ CCTV അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പരിശോധനയാണ് നിലവിൽ നടന്നു വരുന്നത്. കാരണം പോലീസ് ഈ ക്ഷേത്ര ജീവനക്കാരനാണ് ഇത് എടുത്തുന്നുള്ളൊരു സംശയത്തിലേക്ക് എത്താൻ കാരണം ഈ ഒരു സ്ട്രോങ് റൂമിലേക്ക് പണി കഴിഞ്ഞ് ഈ സ്വർണം വച്ച് പൂട്ടുന്ന ഒരു രീതിയുണ്ട്. ഇത് പൂട്ടിയതിന് ശേഷം ഇത് തുറക്കുന്നതിനിടയിൽ ഇത് കാണാതായി പോയിട്ടുണ്ടെങ്കിൽ ഇതിനു മുൻപ് ക്ഷേത്രത്തിനകത്തുള്ള പ്രവർത്തന രീതികളെല്ലാം കൃത്യമായി അറിയാവുന്ന ഒരാളായിരിക്കണം ഈ സ്വർണ്ണദണ്ഡ് എടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു നിഗമനത്തിലാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ക്ഷേത്രത്തിൻ്റെ ജീവനക്കാരനോ അല്ലെങ്കിൽ ആ ഭാഗത്ത് പണി ചെയ്തിരുന്ന ഒരാളായിരിക്കണം ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ടാവുക. പക്ഷേ എന്തായാലും CCTV അടക്കമുള്ള പരിശോധനകൾ നിലവിൽ നടത്തിവരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കള്ളനെ എന്തായാലും പിടികൂടുക. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം ഈ ക്ഷേത്രത്തിലെ തന്നെ ഒരു തളിപ്പാത്രം കാണാതെ പോയിരുന്നു. അന്നും CCTV അടിസ്ഥാനപ്പെടുത്തിയാണ്, ആ പരിശോധനയിലാണ് ഈ തളിപ്പാത്രം എടുത്തുകൊണ്ടുപോയ ഒരു ഹരിയാന സ്വദേശിയിലേക്ക് അന്വേഷണം എത്തിയത്. പക്ഷേ അന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും അദ്ദേഹം ഇത് അറിയാതെ, തളിപ്പാത്രമാണെന്ന് അറിയാതെ പൂജാ സാധനങ്ങൾ എടുത്തു വെച്ച് കൊണ്ടുപോയെന്നുള്ളൊരു വിശദീകരണം പോലീസ് നൽകിയതിനെ തുടർന്ന് ആ ഹരിയാന സ്വദേശിയെ വിട്ടയക്കുകയായിരുന്നു. ഇതിലിപ്പോൾ പക്ഷേ സ്വർണം ആണ്. അപ്പോൾ സ്വർണ്ണമായതുകൊണ്ട് കർശന ഒരു പരിശോധനയും നിരീക്ഷണമുള്ള ഒരു ക്ഷേത്രമാണ്. അവിടെ ഇങ്ങനെ ഒരു കളവ് പോകുമ്പോൾ അത്രയും ധൈര്യമുള്ള ഒരാൾ ആരാണെന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുകയാണ്. എന്തായാലും ആ ക്ഷേത്ര ജീവനക്കാരനുള്ളൊരു നിഗമനത്തിലേക്ക് ഫോർട്ട് പോലീസ് എത്തിയിരിക്കുകയാണ്. അരുൺ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, പത്മനാഭൻ്റെ കാവൽക്കാരൻ തന്നെ പത്മനാഭന് വേണ്ടിയിട്ട്, നമ്മൾ അങ്ങനെയാണ് പറയുക തിരുവനന്തപുരത്തുകാർ, നമ്മൾ പത്മനാഭൻ്റെ നാട്ടിൽ നിന്ന് വരുന്നവരാ എന്നാ പറയുക. ശ്രീ പത്മനാഭനെ കുറിച്ച് പറയുന്നതാണ് നാട്ടിൽ വളരെ ലോക്കലായിട്ടൊക്കെ ആളുകൾ സംസാരിക്കുന്ന സമയത്ത് വളരെ സരസമായി നമ്മൾ പറയും. പക്ഷേ പത്മനാഭൻ്റെ സ്വർണ്ണം കെട്ടവരാരും തിരുവനന്തപുരത്ത് നിന്ന് രക്ഷപ്പെട്ട ചരിത്രമില്ല എന്നുള്ളതാണ് ചരിത്രം തന്നെ പറയുന്നത്. അത് അവിടെ തന്നെ ഉണ്ടാവും. നിലവറയിലാണെങ്കിലും നിധി അങ്ങനെ കിടപ്പുണ്ടാവും, അതിന് പുറത്ത് നമ്മുടെ പത്മനാഭനും കിടപ്പുണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് എന്തായാലും പത്മനാഭൻ്റെ സ്വർണം കവരാൻ ശ്രമിച്ചയാളുടെ ബുദ്ധി അപാരമാണ് എന്നുള്ളതാണ്.